അച്ഛനും മക്കളും തമ്മിൽ ചില സന്ദർഭങ്ങളിൽ ചേരാതെ വരുന്നു. ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ ഇതിനെ പലരും വിളിക്കാറുണ്ട്. പരസ്പരം മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള പരാതി. ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിൽ ഒരച്ഛനും മകനും ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുന്ന ഒരു ഭാഗം വിവരിക്കുന്നുണ്ട്. അച്ഛനും മകനും തമ്മിൽ ചേരുന്നില്ല, അല്ലെങ്കിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അച്ഛനെ മകൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് അച്ഛൻ്റെ പരാതി. ശ്രീരാമകൃഷ്ണദേവൻ അച്ഛനോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്: ഈ ലോകവുമായി ഇടപെട്ട് തുടങ്ങുമ്പോൾ മക്കൾക്കുള്ളിൽ പലതരം മാലിന്യങ്ങൾ കടന്നു വരാൻ സാധ്യതകൾ ചുറ്റുപാടുമുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ അതിന് പറഞ്ഞ ഒരു ഉദാഹരണം, വെള്ളത്തിൽ പാലൊഴിച്ചാൽ പിന്നെ പാലിന് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. അതേസമയം അതേ പാൽ തൈരാകുകയും പിന്നീട് കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണ എടുക്കുകയും ചെയ്താൽ, അതായത് നിരന്തരമായ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയ ശേഷം ഒരു വെണ്ണയായി തീരുമ്പോൾ ആ വെണ്ണ വെള്ളത്തിലിട്ടാൽ ഒരിക്കലും അത് വെള്ളവുമായി ചേരാതെ പൊങ്ങിക്കിടക്കും. മകൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയ ശേഷം ഈ ലോകത്ത് ഇടപെടാൻ വിട്ടാൽ അത് പിന്നീട് മലിനമാകില്ല. നല്ല പുത്രന്മാരുണ്ടാകുന്നത് പിതാവിൻ്റെ പുണ്യത്തിൻ്റെ ഫലം കൂടിയാണ്. അതുകൊണ്ടാണ് മകനെ ആത്മജൻ എന്നും വിളിക്കുന്നത്. ആത്മാവിൽ നിന്ന്, പിതാവിൻ്റെ ആത്മാവിൽ നിന്നാണ് മകൻ ജനിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾ തന്നെയാണ് ഈ മകൻ. നിങ്ങൾ ഈ ലോകത്ത് സദാ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ഭോഗങ്ങൾ അനുഭവിക്കുന്നു. ഒരർത്ഥത്തിൽ നിങ്ങൾ തന്നെ ഭക്തനായും മാറുന്നു. നിങ്ങൾ വിഷയാസക്തി ഉള്ളവനായിരുന്നിരിക്കാം. നിങ്ങൾ തന്നെ സന്താന രൂപത്തിൽ വരുമ്പോൾ നിങ്ങളിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണോ അതെല്ലാം തന്നെയാണ് ആ സന്താനത്തിലും വെളിപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മറന്നുപോയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ അന്നുണ്ടായിരുന്ന ഭോഗേച്ഛ ഒരുപക്ഷെ മകനിലൂടെ ഇപ്പോൾ പുറത്ത് പ്രകടമാകുന്നു. എന്തായാലും അച്ഛനെയും അമ്മയെയും ധിക്കരിച്ചുകൊണ്ട് ഒരു ധർമ്മം നേടാൻ മക്കൾക്ക് ആവില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ മക്കൾ ആത്മജനാണ്, ആ ആത്മാവിൻ്റെ അംശം തന്നെയാണ്.